സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മെ കരുതുന്ന ഒരു കർത്താവിന്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത് എന്ന ഒരു വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പരിഹാരമുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവും കർത്താവ് നൽകുന്നു. അവിടുന്ന് പറയുന്നു, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പിന്നെയോ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു തിരിച്ചുവരവ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. അപ്പന്റെ അടുത്തേക്ക് വരുന്ന ധൂർത്തപുത്രനെ പോലെ തിരികെ വരാമെങ്കിൽ പ്രതീക്ഷയോടെ നമ്മയും കാത്തു നിൽക്കുന്ന യേശു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. വിശ്വസിക്കുക. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. നമ്മുടെ ജീവിത ഭാരങ്ങളും ക്ലേശങ്ങളും നമ്മുടെ കർത്താവായ യേശു കുരിശിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. പുതിയ നന്മകളാൽ, പുതിയ കൃപകളാൽ, പുതിയ അഭിഷേകത്തോടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുരിശിലെ മരണത്തിലൂടെ യേശു നേടിയെടുത്ത രക്ഷയായ കുരിശടയാളം വരച്ചുകൊണ്ട് നമ്മെ കരുതുന്ന കർത്താവിന്റെ സംരക്ഷണം നമുക്ക് ഏറ്റെടുക്കാം. അവിടുത്തെ കരങ്ങളിൽ നമുക്ക് സംരക്ഷണം. കുറുകിപ്പോയിട്ടില്ലല്ലോ, കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ, കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവനും നമുക്കുള്ള സകലതിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് ജീവനും ജീവശ്വാസവും നൽകുന്ന കർത്താവേ, ഞങ്ങൾക്കുള്ള സകലതിനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. ഹല്ലേലൂയ. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കും. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ, കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ സകല പ്രാർത്ഥനകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പുതുജീവൻ നൽകുന്നു. പുതിയ അഭിഷേകം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. പതറിടല്ലേ, തളർന്നിടല്ലേ,
അവൻ പുതു കൃപകളാലേ ഇന്നേ വരെ കാണാത്തതാം വൻ കാര്യം കാണിച്ചിടും. ഇന്നേ വരെ കാണാത്തതാം വൻ കാര്യം കാണിച്ചിടും. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നാം ഇന്ന് കാണുന്ന സകല പ്രതികൂലമായ സാഹചര്യങ്ങളും കടന്നു പോകും. നമുക്കെതിരെ വരുന്ന മല പോലെ കടന്നു വരുന്ന സകല പ്രശ്നങ്ങളും കടന്നു പോകും. നമ്മെ കരുതുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നു. നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.